ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. എന്തൊക്കെയാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, റെൻഡർ സർവീസസ്. മെമ്പേഴ്സിനും പബ്ലിക്കിനും സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, സർവീസസ് റെൻഡ് ചെയ്യുക. അതാണ് ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട്, മെയിൻ ക്യാരക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. സർവീസസ് കൊടുക്കുക, എല്ലാവർക്കും സർവീസസ് കൊടുക്കുക, ചാരിറ്റി. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത്. ദ സെക്കൻഡ് പോയിന്റ്, നോട്ട് ടു ഏൺ പ്രോഫിറ്റ്. ഈ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത് ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ല, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പ്രോഫിറ്റ് മോട്ടീവ് അല്ല ഈ ഓർഗനൈസേഷൻ, പ്രോഫിറ്റ് അല്ല ഇതിൻ്റെ മോട്ടീവ്. സൊസൈറ്റിക്കും പബ്ലിക്കിനും സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെൽഫെയറിനും വേണ്ടിയിട്ടാണ് ഈ ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തത്. The third point, no trading activities. ഇതൊരു ട്രേഡിംഗ് കൺസേൺ അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞതൊരു ട്രേഡിംഗ് കൺസേൺ അല്ല. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല. മാനുഫാക്ചറിങ്ങോ പർച്ചേസസോ സെയിൽസോ ഒന്നും നടക്കുന്നില്ല. ഓൺലി വെൽഫെയറിന് വേണ്ടി മാത്രം, ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഫോം ചെയ്തത്. അതുകൊണ്ട് ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റീസും ഈ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്നില്ല. ദ ഫോർത്ത് പോയിന്റ് ഈസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫ് സൊസൈറ്റീസ്. ഈ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തത് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടോ സൊസൈറ്റി ആയിട്ടോ ആണ്. ദ ഫിഫ്ത്ത് പോയിന്റ് ഈസ് മാനേജ് ട്രസ്റ്റീസ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഫോം ചെയ്ത ആൾക്കാർ, അവരാണ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അവർ തന്നെയാണ് ട്രസ്റ്റീസ്. അവരാണ് ഈ ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നതും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ. ദ സിക്സ്ത് പോയിന്റ് ഈസ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഇൻകം. ഓർഗനൈസേഷൻ റൺ ചെയ്യണമെങ്കിൽ ഇൻകം വേണം. ഏതൊക്കെ സോഴ്സിലൂടെ ഇൻകം കിട്ടുന്നു, ഏതൊക്കെയാണ് മെയിൻ സോഴ്സസ്, ഇൻകം കിട്ടുന്ന മെയിൻ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ് നിർത്തുന്ന സബ്സ്ക്രിപ്ഷനായി കിട്ടുന്ന എമൗണ്ട്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വരിസംഖ്യയായിട്ട് മെമ്പേഴ്സ് കൊടുക്കുന്ന എമൗണ്ട്. ദെൻ ഡൊണേഷൻസ് ആയിട്ട്, ചാരിറ്റബിൾ ട്രസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഡൊണേഷൻസ് ആയിട്ട് വിവിധ സോഴ്സസിൽ നിന്ന് അവർക്ക് എമൗണ്ട് കിട്ടും. പിന്നെ ഗ്രാൻഡ് ഇൻ എയ്ഡ്, ഗവൺമെൻറ്റിൻ്റെ അടുത്തു നിന്നൊക്കെ ഗ്രാൻഡ് ആയിട്ടോ ഒക്കെ ഗവൺമെൻറ് അടുത്ത് നിന്ന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടും ഇങ്ങനത്തെ ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് ഇവർക്ക് ഇൻകം കിട്ടും. ദെൻ ദ സെവൻത് പോയിൻറ്റ്, ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് കിട്ടുന്ന ഫണ്ട് അവർ ക്യാപിറ്റൽ ഫണ്ടിലോ ജനറൽ ഫണ്ടിലോ, ക്യാപിറ്റൽ ഫണ്ട് തന്നെയാണ് ജനറൽ ഫണ്ട്, അതിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എയ്ത്ത് പോയിൻറ്റ്, സർപ്ലസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ്. ഇത് പ്രോഫിറ്റ് എയിം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ സർപ്ലസ്, ദാറ്റ് ഈസ് പ്രോഫിറ്റ്, ഇതിൽ മെമ്പേഴ്സിനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, മെമ്പേഴ്സിനൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. ദ നയൻത് പോയിൻറ്റ് ഈസ് റെപ്യൂട്ടേഷൻ ബേസ്ഡ് ഓൺ വെൽഫെയർ. സാധാരണ ഒരു ഓർഗനൈസേഷന് റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും പ്രോഫിറ്റും ഒക്കെ ബേസ് ചെയ്തിരിക്കും. അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇതൊരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഓർഗനൈസേഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ വെൽഫെയർ, ഇവർ എത്ര വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ റെപ്യൂട്ടേഷൻ. ദ 10th പോയിൻറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട്, ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരുടെ അക്കൗണ്ട്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. ദെൻ ദ 11th പോയിൻറ്റ്, നോ ക്രെഡിറ്റ്. ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും ഈ ഒരു ഓർഗനൈസേഷൻ നടക്കുന്നില്ല, കാരണം ഇതൊരു ട്രേഡിംഗ് ഓർഗനൈസേഷൻ അല്ല. ദെൻ ദ 12th പോയിൻറ്റ്, ക്യാഷ് ബുക്ക്. ഈ ഒരു ഓർഗനൈസേഷൻ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഫണ്ട് കിട്ടുന്നത് എങ്ങനെയാണ്? ഫണ്ട് കിട്ടുന്നത് നമ്മൾ പറഞ്ഞതാണ്, ഫണ്ട് കിട്ടുന്നത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ത്രൂ ബാങ്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യണം? ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓർഗനൈസേഷൻ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്യാഷ് ട്രാൻസാക്ഷൻസ് ഒക്കെ ക്യാഷ് ബുക്കിൽ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. 13th പോയിൻറ്റ്, നോ ട്രയൽ ബാലൻസ്. ഈ ഒരു ഓർഗനൈസേഷന് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു ട്രേഡിംഗ് കൺസേൺ അല്ല, ട്രേഡിംഗ് ഓർഗനൈസേഷൻ അല്ല. ദ 14th പോയിൻറ്റ്, നോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ ഒരു ഓർഗനൈസേഷൻ പ്രോഫിറ്റ് എയിം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. 15th പോയിൻറ്റ്,
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എത്ര ഇൻകം കിട്ടി, ആ ഇൻകം എങ്ങനെ ചിലവാക്കി, അതറിയാൻ വേണ്ടിയിട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദ 16th പോയിന്റ്, റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പോലെ തന്നെ ഒരു അക്കൗണ്ടാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അതും അതന്നെ, റെസീറ്റ്സ് എത്ര ഇൻകം കിട്ടി, എത്ര പേ ചെയ്തു, അതറിയാൻ വേണ്ടിയിട്ടാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയും പോയിൻറ്റ്സ് ആണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.